LDFിന്റെ ഭരണ തുടർച്ചയിൽ വെള്ളാപ്പള്ളി നടേശനും MV ഗോവിന്ദനും ഒരേ സ്വരമാണ്. ഒരു CPM സംസ്ഥാന സെക്രട്ടറിക്കും ഒരു സമുദായ നേതാവിനും സ്വരം എങ്ങനെയാണ് ഒരുപോലെയാകുന്നത്? അവർ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു ലെഫ്റ്റും റൈറ്റും പോലെയാണ് ഈ രണ്ടുപേരും. പ്രത്യക്ഷത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ലെങ്കിലും MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും ഒറ്റ ഫ്രണ്ടും കൂടെയുള്ള സഖാവുമാണ്. അപ്പോൾ MV ഗോവിന്ദന് സ്വന്തം പാർട്ടിയോടും അദ്ദേഹത്തോടും ഉള്ള ഒരു കരുതലിൻ്റെ ഭാഗമാണ് CPM തന്നെ CPMന് LDFന് തന്നെ തുടർഭരണം ഉണ്ടാകും, UDF വീണ്ടും പരാജയപ്പെടും, എക്സിറ്റ് പോളുകൾ കാര്യമാക്കണ്ട എന്നുള്ളതെല്ലാം അവർക്ക് തന്നെ പറയാവുന്നതാണ്. അദ്ദേഹത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ EP ജയരാജൻ, റിയാസ് അല്ലെങ്കിൽ TP രാമകൃഷ്ണൻ ആയാലും പറയുന്നത്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അവർ തമ്മിലുള്ള സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയും ഒരു സമുദായ നേതാവും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ഇത്ര കണ്ട് പിന്തുണയ്ക്കുന്നത്. കാരണം പിണറായി വിജയൻ എന്നുള്ളൊരു വ്യക്തിയോട് അദ്ദേഹത്തിന് തീരാത്ത കടപ്പാടുകളുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പല കേസുകളും തേച്ച് മായ്ച്ചു കൊടുക്കാൻ വിജിലൻസ് പോലെയുള്ള വകുപ്പുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസുകളൊന്നും വരാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത ആളാണ് പിണറായി വിജയൻ. അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ പിണറായി വിജയനോട് വെള്ളാപ്പള്ളി നടേശന് തികഞ്ഞ ഭക്തിയോ അല്ലെങ്കിൽ ബഹുമാനമോ എല്ലാം ഉണ്ടാകും. ലീഗിനെ കടന്നാക്രമിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ വർഗീയത പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ. അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ പാണക്കാട്ടെ കുടുംബമാണെന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ UDFന് മുഖ്യമന്ത്രി ചർച്ചയിലും കണക്കറ്റ് പരിഹസിച്ചിട്ടുമുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും സ്വരം ഒന്നാകുന്നതിൽ വലിയ അത്ഭുതപ്പെടാനില്ല. കേരളത്തിലെ വിവിധ പ്രതിസന്ധികളിൽ വിയർപ്പുമുട്ടുന്ന ജനങ്ങൾ ഇനിയും പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? അടിമ സഖാക്കൾക്കൊഴികെ സാധാരണക്കാരനായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ഭരണം ഒന്ന് മാറിക്കിട്ടിരുന്നെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ സഖാക്കൾക്കിടയിൽ തന്നെ ഈ പാർട്ടിയിലുള്ള ചെറിയ ആളുകൾക്ക് വരെ തോന്നിയിട്ടുണ്ട് ഈ ഒരു ദുർഭരണം ഒന്ന് മാറിക്കിട്ടണമെന്ന്. ഇപ്പോൾ നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനായ സച്ച് മാഷ്, അദ്ദേഹം ഒരു തുടർഭരണം വരരുത്, ഭരണം മാറണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണക്കറ്റ് കുറ്റപ്പെടുത്തിയ സഖാക്കളും സൈബർ ഹാൻഡിലുകളും എല്ലാം ഉണ്ട്. അതുപോലുള്ള സാധാരണക്കാരൻ്റെ മനുഷ്യനാണ് ഒരു ശബ്ദമാണ് സച്ച് മാഷിൻ്റെ ആ ഒരു ശബ്ദത്തോടെ പുറത്തു വന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ അടിക്കടി ഉണ്ടായ എന്തെല്ലാം പ്രതിസന്ധിയുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പോൾ ഈ നവകേരള സദസ്സ്, ആഗോള അയ്യപ്പ സംഗമം, ശബരിമല സ്വർണ്ണക്കടത്ത്, അതുമാത്രമല്ല ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വൈദ്യുത പ്രതിസന്ധി, ഇതെല്ലാം ഒരു സാധാരണക്കാരനെ വളരെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവശ്യ സാധനങ്ങളുടെ വില വർധനവ്, മിൽമ പാലിന് വില കൂട്ടി. ഒരു സാധാരണക്കാരന് ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ അവന് ദിവസേന കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് മാറ്റി വെക്കേണ്ട ഒരവസ്ഥ വരും. പാല് മാത്രം പോരല്ലോ, അരി, പച്ചക്കറി, അതുപോലെ പഴങ്ങൾ, ഇതെല്ലാത്തിനും കുത്തനെ വില വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഇതിനെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു അമർഷം. അതുമാത്രമല്ല, ഈ ഇവരുടെ അഴിമതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അത് പതുക്കെ അത് വെളിയിലേക്ക് വരുള്ളൂ. ആ വെളിയിലേക്ക് വരുമ്പോഴേക്കും ഇവർ അതിൻ്റെ ഒരു ഫലം പൂർണ്ണമായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. പിന്നെ ആരോപണങ്ങൾ ഒഴിവാക്കി ആരോപണങ്ങളിൽ നിന്ന് വട്ടം കറങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളം മുന്നോട്ട് കണ്ടുകൊണ്ടിരുന്നത്. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം UDF മെനഞ്ഞെടുത്തതാണെന്നാണ് LDF കൺവീനർ പറയുന്നത്. അപ്പോൾ ഇതുപോലെ വർഗീയ ധ്രുവീകരണം കൊണ്ട് ഇനിയും ഒരു വിജയം ഉറപ്പിക്കാനാകുമോ LDFന്? ഇതുപോലെ ഒരു വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ വർഗീയ കാടിറക്കി ദയനീയമായി പരാജയപ്പെട്ട ഒരു ചരിത്രം LDFനുണ്ട്. 2025 പാർലമെന്റ് ഇലക്ഷൻ. അതിൽ കാഫർ സ്ക്രീൻഷോട്ട് അറിയാമല്ലോ, കേട്ടിരിക്കുമല്ലോ. കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കി ഷാഫിയെ അല്ലെങ്കിൽ UDFനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കി അവസാനം പിടിച്ചപ്പോൾ പ്രതിയായത് ഈ വടകരയിലെ തന്നെ ഒരു DYFI നേതാവിനെയാണ്. കാരണം ആ ഒരു സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആ ഒരു കാഫിറിനെ മാറ്റി നിർത്തുക എന്നുള്ള രീതിയിൽ MSF നേതാവിൻ്റെ പോസ്റ്റിൽ നിന്ന് വന്ന ഒരു ഇതാണ്, സ്ക്രീൻഷോട്ടാണ് അവിടെ വിവാദത്തിന് തിരികൊളുത്തിയത്. പക്ഷേ അതിൻ്റെ സത്യത്തിലേക്ക്, അതിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കാണുന്നത് സ്വന്തം പാർട്ടിയിലെ നേതാവിന്, അതായത് KK ശൈലജയ്ക്കെതിരെ DYFIയിലെ യുവനേതാവ് തന്നെ ചെയ്തു വെച്ച ഒരു പണിയാണ്.
ഈ ഇപ്പോൾ കാഫർ സ്ക്രീൻഷോട്ട്. അതുപോലെ തന്നെയാണ് 2026 നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടായ അനൗൺസ്മെൻറ്റ് വിവാദം. അത് ഇപ്രകാരമായിരുന്നു: നമ്മുടെ കൗമിലെ പെൺകുട്ടിക്ക് വോട്ട് നൽകുക എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്ന് അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ പറഞ്ഞുപോയി. പക്ഷേ ആ അനൗൺസ്മെൻറ്റ് വാഹനം LDF കൺവീനർ TP രാമകൃഷ്ണൻ്റേതായിരുന്നു. അത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ എന്നിട്ടും UDF തന്നെയാണ് ഇവർ കുറ്റം പറയുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം വെറുതെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവുകയല്ലോ, അത് സൗണ്ട് സ്റ്റുഡിയോസ് എന്ന് റെക്കോർഡ് ചെയ്യണം, അത് നോട്ട് ചെയ്യണം, അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ വണ്ടിയിൽ നമ്മളിത് ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് ഒരു ദിവസം മുളച്ച് വന്നു എന്നൊന്നും പറയുന്നതിൽ അത് യാതൊരുവിധ ലോജിക്കുമില്ല എന്നുള്ളതാണ്. അപ്പോൾ വർഗീയ കാർഡ് ഇറക്കി UDF അവർ വർഗീയ ചേരിയിൽ ഉള്ളവരാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കിയ ഒരു പ്രവണതയ്ക്ക് 2025 മറുപടി കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ 2026 മറുപടി ഇപ്പോൾ നാളെ വോട്ടെണ്ണലിലൂടെ LDF ലഭിക്കും. ഒരുപക്ഷെ രണ്ടു പേർക്കും വിജയിച്ചാൽ തന്നെ, ഒന്നില്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF വിജയിച്ചാൽ തന്നെ നേരെ ഭൂരിപക്ഷമായിരിക്കും. അത് അവിടെ ഒരു TP രാമകൃഷ്ണന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരം കൊടുക്കാൻ ഫാത്തിമ തഹ്ലിയക്ക് കഴിഞ്ഞു. അത് ഒരുപക്ഷെ LDF ഒരു വിരോധം അല്ലെങ്കിൽ ആ ഒരു ഭരണ വിരുദ്ധ വികാരം ഫാത്തിമ തഹ്ലിയക്ക് ഒരു പോസിറ്റീവ് ആകും, അല്ലെങ്കിൽ ആ ഒരു UDF കാൻഡിഡേറ്റിന് പോസിറ്റീവ് ആകും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ പറ്റുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് നമ്മുടെ EP ജയരാജൻ അദ്ദേഹം പറയുന്നത് എന്താ, നവകേരളം സൃഷ്ടിക്കുന്നു. ഒരു നവകേരള വന്ന് മാറിയതിൻ്റെ ഹാങ് ഓവർ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. നവകേരള യാത്രക്കിടയിലുള്ള ആ ഒരു ആഡംബര ബസ്സിൻ്റെ യാത്രയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള അക്രമമല്ല, രക്ഷാപ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുപോലുള്ള അക്രമങ്ങളെ രക്ഷാപ്രവർത്തനമാക്കി കണ്ടാണ് ആ ഒരു യാത്ര മുന്നോട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കേരളത്തിൻ്റെ നെഞ്ചത്തോടെയുള്ള യാത്ര എന്ന് വേണമെങ്കിൽ നവകേരള ആ യാത്രയെ സൂചിപ്പിക്കാം. ഇതുപോലുള്ള നവകേരളം സൃഷ്ടിക്കാനാണ് LDF ശ്രമമെങ്കിൽ LDF വീട്ടിലിരുത്തുന്ന ദൂരം അകലെയാവില്ല.